ശരി ആയിക്കോട്ടെ. അടുക്കള പണി അറിയില്ലാന്ന് തന്നെ വെച്ചോ. ഒന്നുമില്ലെങ്കിലും നീ ഉണ്ടാക്കിയതിന് ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് നോക്കാനെങ്കിലും ഞാൻ നിന്നോളാം. ഹേ തൃശൂൽ, അവളും കൂടെ വന്നോട്ടെ. അവള് നിന്റെ കൂടെ നിക്കണമെന്ന് ആഗ്രഹിക്കുമല്ലേടാ. അവള് നിന്നെ അധികം കഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ സഹായിക്കാന്ന് പറയുന്നത്. നീയോ അവളെ കഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്നു. എന്തായാലും രണ്ടാളും നല്ല ജോഡിയാ. അമ്മേ, നല്ല ചൂടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ തന്നെ വാരിത്തരാം. വേണ്ട മോനെ, ഞാൻ തന്നെ കഴിച്ചോളാം. അമ്മേ, അതൊന്നും വേണ്ട. ഇന്ന് മുതൽ അമ്മയ്ക്ക് ഞാൻ തന്നെ വാരിത്തരും. അതുകൊണ്ട് വാ തുറന്നേ. തൃശൂൽ, നീ ഈയിടെയായിട്ട് വളരെ സന്തോഷത്തിലാണല്ലോ. ഇതിനെല്ലാം ശിവാനിയല്ലേ കാരണം? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം നിന്റെ മുഖത്ത് നല്ലൊരു ഐശ്വര്യം വന്നിട്ടുണ്ട്. അമ്മ, ഉപ്പും എരിവൊക്കെ കറക്റ്റ് തന്നെയല്ലേ? ഹാ, എല്ലാം ശരിയാ. അതെ, ഇന്ന് മുതൽ അമ്മ ഇവിടുത്തെ ഒരു ജോലിയും ചെയ്യണ്ട. അമ്മയെ എന്റെ കണ്ണിൽ കൃഷ്ണമണി പോലെ ഞാൻ പൊന്നു പോലെ നോക്കും. ഓക്കെ അല്ലേ? ശരി, ആയിക്കോട്ടെ. നിനക്ക് എന്നോടെന്താ ഇത്രയ്ക്ക് സ്നേഹം? അമ്മേ, നിങ്ങൾ എന്റെ ജീവനല്ല അമ്മേ. എന്റെ അവസാന ശ്വാസം വരെയും നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്നെക്കാൾ അധികം എനിക്ക് നിങ്ങളെ മാത്രമാണ് ഇഷ്ടം. ശരി ശരി ശരി, വേഗം കഴിക്ക്. വാതുറക്ക്. ശിവാനി, എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മേ. അമ്മേ, ഒന്ന് വേഗം കഴിച്ചേ. വാതുറന്നേ. കഴിക്കുന്നേ, കഴിക്ക്. മഹാദേവ, എന്തൊരവസ്ഥയിലാണ് ഇപ്പൊ എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഞാൻ നിന്നോട് ചോദിച്ചത് എന്താണ്? എന്റെ ആദിശേഷനെ തിരികെ കിട്ടുന്നത് പോലെ ചെയ്യണമെന്നല്ലേ? അതിന് പോലും നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല അല്ലേ? തൃശൂൽ എന്റെ കൂടെ തന്നെ ഉണ്ടായിട്ടും അവനാണ് എന്റെ ആദിശേഷനെന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. അവന്റെ പ്രേമത്തെ ഞാൻ തിരസ്കരിച്ചു. എന്നാൽ ഇപ്പോ എനിക്ക് സത്യമെല്ലാം മനസ്സിലായി. അവന്റെ സ്നേഹം ഞാൻ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ അവനിപ്പോ എന്നോട് ഒരു സ്നേഹവും ഇല്ല. ആ മായാങ്കന എല്ലാം തന്നെ നശിപ്പിച്ചു കളഞ്ഞു. തൃശൂൽ എന്റെ സ്നേഹം മനസ്സിലാക്കുന്നേ ഇല്ല മഹാദേവ. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയൂ മഹാദേവ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ശിവാനി, ദുഃഖിതയാവണ്ട നീ. ഞാൻ ശിവാനിക്ക് ആദിശേഷനെ തിരികെ നൽകിയിരിക്കുന്നു. ആദ്യം ആ സന്തോഷം സ്വീകരിക്കൂ. ഇല്ല, എനിക്ക് ആ സന്തോഷം സ്വീകരിക്കാൻ കഴിയുന്നില്ല.
എന്നെ കുറിച്ച് ഒരു ഓർമ്മ പോലും ഇല്ലാത്ത ആദിശേഷനെ ഞാൻ എങ്ങനെ സ്വീകരിക്കാനാണ്? ഇത്രയും നാൾ നിനക്ക് ആദിശേഷൻ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഇപ്പോൾ നീ ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കിയില്ലേ? ആദിശേഷനെ എനിക്ക് തിരികെ കിട്ടി. പക്ഷെ അവന്റെ സ്നേഹം, സ്നേഹിക്കുന്നവൻ ഇവിടെ എവിടെയോ ഉണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവനെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നത് പോലെയല്ലേ ഇത്? ഇപ്പൊ സ്നേഹിക്കുന്നവൻ എന്റെ കൂടെ തന്നെയുണ്ട്. എന്നാൽ അവൻ എന്നെ തിരിച്ചറിഞ്ഞില്ല. അവൻ എന്നോട് ഒരു സ്നേഹം ഉള്ളതായി തോന്നുന്നേയില്ല. ഇതുപോലുള്ള വേദനയും സങ്കടവും ആർക്കും കൊടുക്കരുത്, ഒരാൾക്കും കൊടുക്കരുത്. സ്നേഹത്തിന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങളെല്ലാം ജയിച്ച് ആ സ്നേഹത്തെ നേടിയെടുക്കുമ്പോഴാണ് അത് പവിത്ര സ്നേഹമാവുന്നത്. ഇനിയും എത്ര പരീക്ഷണങ്ങൾ ഞാൻ നേരിടണം? ഇല്ല, എനിക്ക് കഴിയുന്നില്ല. എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. എന്ത് തീരുമാനം? ശത്രു സംഹാരയാഗം. ശിവാനി, എന്തിനാണ് തിടുക്കപ്പെട്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? നാഗലോകത്തുള്ളവർ ശത്രു സംഹാരയാഗം നടത്തുക എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? എനിക്ക് വേറെ വഴിയില്ല. ഇപ്പോൾ തന്നെ ഭൂലോകത്തിൽ മറ്റുള്ളവർ ചെയ്ത യാഗത്തിൽ നിന്നും നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ തന്നെ യാഗം ചെയ്യാൻ പോവുകയാണോ? നിന്നെ വീണ്ടും സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എനിക്ക് ആരുടെയും സംരക്ഷണം വേണ്ട. നിന്റെ ജീവൻ നീ തന്നെ നശിപ്പിക്കുകയാണോ? ആദിശേഷൻ ഇല്ലാത്ത ഈ ജീവിതം ഇല്ലെങ്കിൽ എന്താ, ഉണ്ടെങ്കിൽ എന്താ? കോപത്തിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ജീവൻ തന്നെ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്ന എനിക്ക് ഇതൊന്നും ഒരു വിലയേ അല്ല. നിന്റെ ഉദ്ദേശവും നിന്റെ ലക്ഷ്യവുമെല്ലാം പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കുകയാണോ? എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ പ്രണയം എനിക്ക് കിട്ടാത്തിടത്തോളം എനിക്ക് മറ്റൊന്നും തന്നെ വേണ്ട. ഞാൻ തീരുമാനമെടുത്ത് കഴിഞ്ഞു. ശത്രു സംഹാരയാഗം ഞാൻ തീർച്ചയായും നടത്തിയിരിക്കും. മുതലാളി, എനിക്ക് 2 ദിവസത്തെ ലീവ് വേണമായിരുന്നു. നിനക്ക് ലീവ് വേണമെന്ന്? അല്ലടാ, ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ദിവസം പോലും നീ ലീവ് ചോദിച്ചിട്ടില്ല. ഇപ്പോഴെന്താ ഒരു പ്രത്യേകത? അത് പിന്നെ മധുമതിക്ക് ഡെലിവറി ടൈം എടുത്തോണ്ടിരിക്കുക. എന്താ ഡെലിവറിയോ? ഇപ്പൊ 6 മാസമല്ലേ ആയുള്ളൂ? അതെ, എന്നാലും എന്താടാ, എന്തൊക്കെയോ നിനക്ക് എന്നോട് പറയാനുണ്ടല്ലോ, നീ അത് മടിക്കാതെ പറ. അല്ല മുതലാളി, നിങ്ങളോടൊക്കെ ഇത് പറയുമ്പോ തന്നെ 3 മാസം കഴിഞ്ഞിരുന്നു. വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ പറ്റുമ്പോ എല്ലാവരും കളിയാക്കിയാലോ എന്ന് ഓർത്തിട്ടാ ഒന്നും പറയാതിരുന്നത്. വേണ്ടാന്നൊരു വെച്ചതായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതാണോ കാര്യം? കുട്ടികള് ദൈവത്തിന്റെ വരദാനം. 2 ദിവസം ആക്കുന്ന എന്തിനാ? നീ ഒരു 3-4 ദിവസം ലീവ് എടുത്തു. അയ്യോ മുതലാളി, എനിക്ക് 2 ദിവസത്തെ ലീവ് മതി. അച്ഛാ, അതിന്റെ ഒന്നും ആവശ്യമില്ല. അമ്മയെ ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ? ഡേടാ, നിനക്ക് എന്തറിഞ്ഞിട്ടാ? നിനക്കൊന്നും അറിയില്ല, നീ വെറുതെ ഇരുന്നാ മതി. അച്ഛാ, ഇതാ കാപ്പി കുടിക്കും. ഞാൻ ഉണ്ടായ സമയത്ത് അമ്മയെ നിങ്ങളെല്ലാം നോക്കിയേ. അപ്പൊ എന്റെ ചാൻസ് മിസ്സായി പോയി. അതുകൊണ്ട് ഇപ്പൊ അമ്മയെ ഞാൻ തന്നെ നോക്കിക്കോളാം. എടാ, അങ്ങനെ അല്ലട മോനെ. അല്ല ഇല്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പോകുന്നു, അത്ര തന്നെ. ഓക്കെ? പ്ലീസ് കാപ്പി കുടിക്കും. ഞാൻ ഉണ്ടാക്കിയതാ. കണ്ടോ മുതലാളി, തൃശ്ശൂല് അവന്റെ ആഗ്രഹമല്ലടാ, അവൻ പോയി ചെയ്യട്ടെ. ചേഞ്ച് ഇല്ലല്ലോ ആന്റി. ചേച്ചിയുടെ കയ്യിൽ ചേഞ്ച് ഉണ്ടോ? ഹലോ സർ, എക്സ്ക്യൂസ് മീ. അങ്ങോട്ടെങ്ങനെ പോ. നിങ്ങളുടെ കയ്യിൽ 500ന്റെ ചേഞ്ച് ഉണ്ടാവും? ഏയ്, ചേഞ്ച് ഒന്നുമില്ല. ഒന്ന് പോകാൻ നോക്കി. അതെ, ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്തോടെ പ്ലീസ്. ഏയ്, ആരാ നീ? ഓ, നിങ്ങളുടെ അടുത്ത് 500ന്റെ ചേഞ്ച് ഉണ്ടാവോ? ചേഞ്ച്? നിങ്ങളോടാ ഞാനീ ചോദിക്കുന്നേ. 500ന്റെ ചേഞ്ച് ഉണ്ടോ ഇല്ലേ? അതെ മിസ്റ്റർ, ഞാൻ ചേഞ്ചാ ചോദിച്ചേ. അതിന് നിങ്ങൾ എവിടെ പോവാ? അയ്യോ അയ്യോ, എന്താ ഇത്? അത് പിന്നെ എനിക്ക് ചേഞ്ച് എന്തെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ ബൈക്ക് എടുത്തോണ്ട് പോവും മിസ്റ്റർ. അത് നിങ്ങളെ തന്നെയാ. ഷേടാ, ഇത് എന്ത് മനുഷ്യനാണാവോ? ബൈക്ക് ഇവിടെ വെച്ചിട്ട് പോയതെന്തിനാ? അല്ല, ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ചോദിച്ചോ?
500-ന് ചേഞ്ച് അല്ലേ ചോദിച്ചേ? ഇനി എന്നെ കണ്ടിട്ട് കള്ളിയാണെന്ന് വല്ലതും തോന്നിയോ? അതുകൊണ്ടായിരിക്കും ഓടി രക്ഷപ്പെട്ടെ. മഹാദേവ, എന്റെ തീരുമാനം അന്തിമമാണ്. ഞാൻ ഈ ശത്രുസംഹാരയാഗം തീർച്ചയായും നടത്തിയിരിക്കും. ആ മായാങ്കന എന്നെ വിട്ടൊഴിയാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് കാരണം എന്റെ ആദിശേഷനെയും എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ദുഷ്ടബുദ്ധി മൂലം എനിക്കേറ്റ ശാപം എന്റെ ആദിശേഷനെ എന്നിൽ നിന്നും അകറ്റുകയാണ്. എനിക്കെന്റെ ആദിശേഷൻ ഇല്ലാതെ ജീവിക്കാനാവില്ല. ശത്രുവിന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ ബലി കൊടുത്ത എന്റെ സ്നേഹത്തിന്റെ കൂടെ എന്റെ ഈ ശ്വാസവും ഇല്ലാതാവട്ടെ. എന്റെ ജീവൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിന്റെ മുന്നിൽ വെച്ച് ഞാൻ അഗ്നിപ്രവേശം ചെയ്യാൻ പോവുകയാണ്. ഓം നമഃ ശിവായ. 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 എന്നെ ഒരുപാട് ദ്രോഹിച്ച് എന്നെയും ആദിശേഷനെയും തമ്മിൽ പൂർണ്ണമായും അകറ്റിയ എന്റെ ശത്രുക്കൾ നശിച്ചു പോവട്ടെ. ആദിശേഷനെ എനിക്ക് ലഭിച്ച ശേഷവും അവന്റെ സ്നേഹം എന്നിൽ നിന്നും തട്ടിയെടുത്ത ശത്രുക്കളും നശിച്ചു പോവട്ടെ. ആദിശേഷനെ എനിക്ക് ഒരിക്കലും കിട്ടരുതെന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ ശത്രുക്കളും നശിച്ചു പോവട്ടെ. ഓം നമഃ ശിവായ. 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 ശിവാനി, നന്ദീശ്വര, ഞാൻ രക്ഷപ്പെട്ടോ? അഗ്നിദേവ. ശിവാനി, നിന്റെ അഗ്നിപ്രവേശം സതുദ്ദേശത്തോടു കൂടിയുള്ളതായിരുന്നു. ആ സതുദ്ദേശം കാരണം പരമേശ്വരന്റെ കൃപ കൊണ്ട് നിന്റെ ജീവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ അഗ്നി പരീക്ഷയിൽ നീ വിജയശ്രീലാളിതയായിരിക്കുന്നു. നന്ദീശ്വര, ഞാൻ ധന്യയായി. ശിവാനി, നിന്റെ ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ സന്തുഷ്ടനായി ആ മഹാദേവൻ നിനക്കൊരു വരം നൽകുന്നു. എന്ത് വരമാണ് നന്ദീശ്വര? നാഗലോകത്തുള്ളവർക്ക് തങ്ങളുടെ ജീവിത കാലയളവിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന പരമേശ്വരന്റെ വരപ്രസാദമാണ് ഈ വരം. ഞാൻ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നിറവേറുമോ? അതെ ശിവാനി, നീ മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചാലും അത് അക്ഷണം തന്നെ നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. ഇത് ഞാൻ എങ്ങനെ നടപ്പിലാക്കും? നിന്റെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്ര പ്രചോദയ. ഈ ശിവമന്ത്രം 3 പ്രാവശ്യം ഉരുവിട്ടാൽ മഹാദേവൻ നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരും. ശിവാനി, ഒരു കാര്യം ഓർമ്മയുണ്ടാകട്ടെ, ഇത് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന വരമാണ്. സൂക്ഷിക്കണം, ശരിയായ രീതിയിൽ ഇത് ഉപയോഗിക്കണം. ഈ വരം കൊണ്ട് നിന്റെ ജീവിതം തന്നെ മാറിയിരിക്കും. ആദിശേഷൻ പൂർണ്ണമായും നിന്റേതായി മാറും. നിന്റെ അഗ്നി പരീക്ഷയുടെ ഉദ്ദേശം ശത്രുവിനാശമാണ്. ഇപ്പോൾ നിന്റെ ശത്രുവിന്റെ നാശം ആരംഭിച്ചിരിക്കുന്നു. ഓം നമഃ ശിവായ.
മധു എന്താ പറ്റി നിനക്ക്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മധു എന്നെ കൊണ്ട് പറ്റുന്നില്ല ചേട്ടാ. ഒന്നും സംഭവിക്കില്ല മധു. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, ഇത് പ്രസവ വേദന തന്നെയാ. നിങ്ങളൊന്ന് പോയിട്ട് ആ അമ്മയൊന്ന് വിളിച്ചോണ്ട് വാ. വേഗം വാ ചേട്ടാ. അയ്യോ മുതലാളി, എന്ത് പറ്റി നന്ദീശ? വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നല്ലോ. മധുവിന് ഡെലിവറി പെയിൻ പോലെ തോന്നുന്നു. വേദന കൊണ്ട് അവള് പൊളയാ. അമ്മ സമാധാനമായിട്ടിരിക്കും മോനെ, ഒന്നും സംഭവിക്കില്ല.